വെൽക്കം ടു CMR ലേൺ സ്റ്റഫ്. കഴിഞ്ഞ ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഡ്രാമയുടെ ഒറിജിൻ, ഡെവലപ്മെൻറ്റ്സ്, മേജർ റൈറ്റേഴ്സ്, അതുപോലെ ഡ്രാമയുടെ പ്രസൻറ്റേഷൻ എങ്ങനെയായിരുന്നു, പ്രസൻറ്റേഷൻ സ്റ്റൈൽ എങ്ങനെയാണ്, സ്ട്രക്ചർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രാമ, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ 16th സെഞ്ച്വറിയിലെ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ്, ദ യൂണിവേഴ്സിറ്റി വിറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. So, University Wits, they were a group of late 16th century English playwrights who were educated at the universities of Oxford and Cambridge. അപ്പോൾ 16th സെഞ്ച്വറിയുടെ അവസാനത്തിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ്, അവരെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്. അവർ ഇംഗ്ലീഷ് ഡ്രാമയിൽ വരുത്തിയ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഡ്രാമയ്ക്ക് അവരുടെ സ്വാധീനം എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. സോ ഈ ഒരു യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്ന ഒരു നെയിം കോയിൻ ചെയ്തത് ബ്രിട്ടീഷ് ലിറ്റററി ക്രിട്ടിക്കായിട്ടുള്ള ജോർജ് സെയിൻസ്ബറി ആയിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത പ്ലേ റൈറ്റ്സിനെ റിഡിക്യൂൾ ചെയ്യുന്ന ഒരു ടെൻഡൻസി, ഒരു ആറ്റിറ്റ്യൂഡ് അന്നത്തെ ഈ യൂണിവേഴ്സിറ്റി വിറ്റ്സിനുണ്ടായിരുന്നു. എന്നിരുന്നാലും എലിസബത്തിൻ്റെ ഏജിൽ അല്ലെങ്കിൽ റിനൈസൻസ് കാലഘട്ടത്തിലെ ഡ്രാമയ്ക്ക് ഇവരുടെ സംഭാവന വളരെ വലുതാണ്. University wits did make a significant contribution to Elizabethan literature in various genres. For example, ഇപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കാം യൂണിവേഴ്സിറ്റി വിറ്റ്സ് വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു ഡ്രാമയുടെ ഒരു പശ്ചാത്തലം, അതിനുശേഷം എങ്ങനെയാണ് മാറ്റങ്ങളുണ്ടായത്. അപ്പോൾ അത് ഓരോ പോയിൻ്റാക്കി നമ്മൾ എടുത്ത് പറയുമ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ലിബറേഷൻ ഓഫ് പോയറ്റിക് ഫോം. അതായത് യൂണിവേഴ്സിറ്റി വിറ്റ്സ് വരുന്നതിന് മുന്നേ ഇംഗ്ലീഷ് ഡ്രാമ എന്ന് പറയുന്നത് വളരെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു. സോ ക്രിസ്റ്റഫർ മാർലോ, യൂണിവേഴ്സിറ്റി വിറ്റ്സിലെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ക്രിസ്റ്റഫർ മാർലോ. അദ്ദേഹം ബ്ലാങ്ക് വേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതോട് കൂടെ ചില മാറ്റങ്ങൾ ഡ്രാമക്ക് വരുന്നുണ്ട്. സോ ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുന്നത് അൺറൈംഡ് യാംബിക് പെൻഡാമേറ്റർ, മീൻസ് മുന്നേ ഉണ്ടായിരുന്ന ഒരു സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യുന്ന ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഡ്രാമ അതിനകത്തുള്ള പോയട്രിക്കൊക്കെ ഉണ്ടായിരുന്ന ഫോംസ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്നൊക്കെ കുറച്ചും കൂടി മാറിയിട്ട് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് എഴുതുക എന്നുള്ള രീതിയിലേക്ക് വന്നു. സോ ഇവിടെ വില്യം ഷേക്സ്പിയറിനെ പോലെ ഫേമസ് ആയിട്ടുള്ള ഡ്രമാറ്റിസ്റ്റ് അതിനെ ഫോളോ ചെയ്യുകയും അല്ലെങ്കിൽ ആ ഒരു ഫോം അഡോപ്റ്റ് ചെയ്യുകയും അതിനെ കൂടുതൽ കൺവേഴ്സേഷണൽ അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ആക്കി മാറ്റുകയും ചെയ്തു. മാത്രമല്ല യൂണിവേഴ്സിറ്റി വിറ്റ്സ് വന്നതിന് ശേഷമാണ് പഴയ കാലത്തെ പോയറ്റിക് ഫോമായിട്ടുള്ള അലിഗോറിക്കൽ ഫിഗേഴ്സ്, അതുപോലെ സ്റ്റാറ്റിക് ഫിഗേഴ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം മാറ്റിയിട്ട് കുറച്ചുകൂടിയും റിയലിസ്റ്റിക് ആയിട്ടുള്ള സൈക്കോളജിക്കലി കോംപ്ലെക്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, മുന്നേ നമ്മൾ പോയട്രീനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയട്രിയുടെ ഒരു ഫോം എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ളതും അലിഗോറിക്കൽ ഫിഗേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇന്നർ മീനിങ്ങിലൂടെയൊക്കെ അവതരിപ്പിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നില്ല. അതൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് സൊസൈറ്റിയുമായിട്ട് കണക്റ്റഡായ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറി. മാത്രമല്ല യൂണിവേഴ്സിറ്റി വിറ്റ്സ് ദി ക്രിയേറ്റഡ് എ മോർ ഫ്രീ ഡ്രാമ ബൈ ബ്ലെൻഡിങ് സ്ട്രിക്റ്റ് ക്ലാസിക്കൽ റൂൾസ്. ഇപ്പോൾ ക്ലാസിക്കൽ റൂൾസ് ഫോളോ ചെയ്തിട്ട് തന്നെയാണ് അവർ ഡ്രാമയിൽ അല്ലെങ്കിൽ പോയറ്റിക് ഡ്രാമയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ക്ലാസിക്കൽ ഡ്രാമയുടെ റൂൾസ് എന്ന് പറയുമ്പോൾ പണ്ട് അരിസ്റ്റോട്ടലിൻ്റെ 3 യൂണിറ്റീസ്, ഫോർ എക്സാമ്പിൾ ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ എന്ന് പറഞ്ഞ 3 യൂണിറ്റീസ് ഫോളോ ചെയ്തിരുന്നു ക്ലാസിക്കൽ ഡ്രാമാസിൽ. ഈ 3 യൂണിറ്റീസ് എന്ന് പറയുന്നത് ടൈം 24 ഹവേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് ആവുന്ന രീതിയിലായിരിക്കും ഒരു ഡ്രാമയുടെ പ്രസൻറ്റേഷൻ. മീൻസ് ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളൊക്കെ കാണിക്കുമ്പോൾ അന്നത്തെ ഡ്രാമക്ക് പ്രസൻറ്റ് ചെയ്യാൻ അത്രയധികം സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ 24 ഹവേഴ്സിൻ്റെ ഉള്ളിൽ മാത്രം കംപ്ലീറ്റ് ആവുന്നത് പോലെ പ്രസൻറ്റ് ചെയ്താലാണ് ഡ്രാമ കാണുന്നവർക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ. അതുപോലെ യൂണിറ്റീസ് ഓഫ് പ്ലേസ് മീൻസ് ഇപ്പോൾ ഒരൊറ്റ സ്ഥലത്ത് മാത്രം അറേഞ്ച് ചെയ്യുക, മീൻസ് പ്രസൻറ്റേഷൻ അറേഞ്ച് ചെയ്യുന്ന സ്ഥലമല്ല, ഡ്രാമക്കകത്ത് വരുന്ന തീമും കോണ്ടെക്സ്റ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജനങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ആയിരിക്കണം. അതുപോലെ തന്നെ 3 യൂണിറ്റീസിൽ ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു 1 മെയിൻ പ്ലോട്ട് ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ക്ലാസിക്കൽ ഡ്രാമയ്ക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ കോറസ് ഉണ്ടായിരുന്നു, അതായത് ഡ്രാമയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇപ്പോഴൊക്കെ സിനിമയൊക്കെ കാണുന്ന സമയത്ത് ഫ്ലാഷ് ബാക്കുകളും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ അധികം ടെക്നിക്കലായിട്ടൊന്നും അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും കോറസ് വന്നിട്ട് കമൻറ്റ് ചെയ്യുക, മീൻസ് അടുത്തൊരു സെക്ഷൻ എന്താ വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് കോറസ് ആയിരുന്നു കമൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ
അങ്ങനെ കുറേ മാറ്റങ്ങളാണ് ക്ലാസിക്കൽ ഡ്രാമയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. ഈ ക്ലാസിക്കൽ ഡ്രാമയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ഫോളോ ചെയ്തിട്ട് തന്നെയായിരുന്നു യൂണിവേഴ്സിറ്റി ഇവൻറ്റ്സ് ഡ്രാമയിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിരുന്നാലും പഴയ കാലത്തുള്ള ഒരു നേരത്തെ പറഞ്ഞ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ നിന്ന് മാറി കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഡ്രാമ മാറാനൊരു വഴിയായി മാറിയെന്ന് മാത്രം. അതുപോലെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പഴയകാല ഡ്രാമകളൊക്കെ, അല്ലെങ്കിൽ ഡ്രാമകൾ മാത്രമല്ല ഏതൊരു ലിറ്റററി വർക്ക് എടുത്താലും റിലീജിയസ് തീംസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഒരു ഡിഡാക്റ്റിസം, എപ്പോഴും നോളജ്, നമുക്ക് എന്തെങ്കിലും ഒരു നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെയൊക്കെ ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ അതെല്ലാം അങ്ങനത്തെ കുറേ തീമുകളൊക്കെ മാറ്റിയിട്ട് ദ എക്സ്പ്ലോർ ഹിസ്റ്ററി ആൻഡ് റിവെഞ്ച്, ഫോർബിഡൻ ലവ്, അതൊക്കെ മെയിൻ തീംസായിട്ട് കൊണ്ടുവന്നു. മീൻസ് ഹിസ്റ്ററി, ചരിത്രപരമായ കാര്യങ്ങൾ കൂടുതൽ തീമായിട്ട് കൊണ്ടുവരിക. അതുപോലെ റിവെഞ്ച്, നമുക്കൊരു കണ്ടുകൊണ്ടിരിക്കുന്ന കാണികൾക്ക് വളരെയധികം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ ഡ്രാമ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് എല്ലാവർക്കും കാണാനൊരു ആവേശമൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ ഫോർബിഡൻ ലവ്, പലപ്പോഴും നമ്മുടെ സൊസൈറ്റി റിജക്റ്റ് ചെയ്യുന്ന രീതിയിൽ, ഒബ്ജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രണയത്തെക്കുറിച്ച് അങ്ങനെയൊക്കെയുള്ള തീംസുകൾ കൊണ്ടുവന്നു. പണ്ട് എപ്പോഴും റിലീജിയസ് ആയിട്ട് തീംസിനെ ഫോളോ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അതൊക്കെ മാറ്റിയിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഡ്രാമയിൽ യൂണിവേഴ്സിറ്റി വിറ്റ്സ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ തോമസ് കിഡ്സിൻ്റെ ദ സ്പാനിഷ് ട്രാജഡി. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള പ്ലേ റൈറ്റ്സുകൾ ആരൊക്കെയാണ്. അതിനകത്ത് ആദ്യം പറയുന്നത് തോമസ് കിഡ്. ഹി വാസ് എ കീ ഫിഗർ എമംഗ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് ദ സ്പാനിഷ് ട്രാജഡി. ഇറ്റ്സ് എ സെനീക്കൻ സ്റ്റൈൽ ട്രാജഡി. മീൻസ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ക്ലാസിക്കൽ ഫോംസ് ഫോളോ ചെയ്തിട്ടാണ് ട്രാജഡിയൊക്കെ എഴുതുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെയൊക്കെ തന്നെ സെനീക്കൻ ഇൻഫ്ലുവൻസിൽ എഴുതിയിട്ടുള്ള ഒരു വർക്കാണത്. അത് മാത്രമല്ല ഇമോഷൻസിനെ വളരെ എഫക്റ്റീവായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാഷൻ, പാത്തോസ്, ഫിയർ, അങ്ങനെ ഒരു ട്രാജഡിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വെൽ കൺസ്ട്രക്റ്റഡ് പ്ലേ ആണത്. സോ ഡയലോഗ്സുകളൊക്കെ വളരെ സ്ട്രോങ് ആൻഡ് എഫക്റ്റീവ് ഡയലോഗ്സുകളാണ്. അതുപോലെ റിവെഞ്ച് തന്നെയാണ് ഇതിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത്. ഇപ്പോൾ ഓഡിയൻസിന് തീർച്ചയായിട്ടും ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് തോമസ് കിഡിൻ്റെ സ്പാനിഷ് ട്രാജഡി വില്യം ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിനെയും അതുപോലെ വെബ്സ്റ്ററിൻ്റെ ദ ഡച്ചസ് ഓഫ് മാൽഫിയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൊരു ഡ്രമാറ്റിക് ഡിവൈസാണ് പ്ലേ വിത്തിൻ എ പ്ലേ എന്ന് പറയുന്നത്. വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ ഹാംലെറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യമായി ഈ ഒരു ഡ്രമാറ്റിക് ഡിവൈസ് യൂസ് ചെയ്തിട്ടുള്ളത് തോമസ് കിഡിൻ്റെ സ്പാനിഷ് ട്രാജഡിയിലാണ്. അപ്പോൾ ഈ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥയ്ക്കകത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡ്രാമ പ്രസൻറ്റ് ചെയ്യുമല്ലോ, അത് കാണുന്ന സമയത്ത് അതിനകത്ത് തന്നെ ഒരു സ്റ്റോറി ഉണ്ടായിരിക്കും. ആ സ്റ്റോറിക്കകത്ത് തന്നെ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് സ്റ്റോറീസ് ഉണ്ടായിരിക്കുക. മീൻസ് അതിനകത്ത് തന്നെ എന്തെങ്കിലും ഒരു സീക്രറ്റിനെ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ കഥയിലേക്ക് അവസാനം ക്ലൈമാക്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടോ അതിനകത്തുള്ള ക്യാരക്ടേഴ്സ് തന്നെ വേറെ ഏതെങ്കിലും ഒരു ഡ്രാമ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ടെക്നിക്കാണ് പ്ലേ വിത്തിൻ എ പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടത് ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുള്ളത് തോമസ് കിഡിൻ്റെ സ്പാനിഷ് ട്രാജഡിയിലാണ്. പിന്നെ ഒരു ഫേമസ് എക്സാമ്പിൾ എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയർ ഇതിൻ്റെ ഹാംലെറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെയും ഒരുപാട് വർക്കിനകത്തുണ്ട്. നെക്സ്റ്റ് വൺ ക്രിസ്റ്റഫർ മാർലോ. ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് എമംഗ് ദ യൂണിവേഴ്സിറ്റി വിറ്റ്സ്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പ്ലേസാണ് ടാംബർലെയിൻ, ഡോക്ടർ ഫൗസ്റ്റസ്, എഡ്വേർഡ് സെക്കൻഡ്. അതുപോലെ പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കമൻസുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ, ടെക്നിക്സ് യൂസ്ഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ ഫേമസ് ആയിട്ടുള്ള ഫിഗേഴ്സൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഗ്രാൻഡ് ആൻഡ് ഇമാജിനേറ്റീവ് സബ്ജക്ട്സുകളാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഫിഗേഴ്സാണ് ടാംബർലെയിൻ, അതുപോലെ ഡോക്ടർ ഫൗസ്റ്റസ്, ജിയോ ഓഫ് മാൾട്ട. ആ ഒരു ഡ്രാമക്കകത്തുള്ള ക്യാരക്ടേഴ്സൊക്കെ അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്തതിൽ വളരെ സ്ട്രോങ് പാഷനേറ്റ് ഫിഗേഴ്സാണ്. അപ്പോൾ ഇവരുടെ ക്യാരക്ടേഴ്സ്, അദ്ദേഹം കൊണ്ടുവന്ന ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇമ്മൻസ് അംബീഷൻ, അതുപോലെ പാഷനേറ്റ് ഡിസയർ ഫോർ നോളജ് ആൻഡ് പവർ. ഇങ്ങനെ ഒരു ടോട്ടലി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിന് നമ്മൾ മാർലോവിയൻ ഹീറോസ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം മിക്കപ്പോഴും ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ടാവുന്നത് ഒരു നോർമൽ ഓർഡിനറി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഉയർന്നു വന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി ലെവലിലേക്ക് മാറുകയും പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രാമയിലൂടെ അദ്ദേഹം ക്യാരക്ടേഴ്സിൻ്റെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി കൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കമൻറ്റ് ചെയ്യുന്നത്. സോ ഈ ബ്ലാങ്ക് വേഴ്സിലൂടെ മാർലോ ഹ്യൂമൻ ഇമോഷൻസിനെ വളരെ നല്ല രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് എടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ തോമസ് നാഷ്. ഹി വാസ് എ പ്രൊഫഷണൽ ജേർണലിസ്റ്റ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കിലെല്ലാം
ഒരു പൊളിറ്റിക്കൽ ആൻഡ് പേഴ്സണൽ ക്വസ്റ്റ്യൻസ്, ആ ഒരു കാലഘട്ടത്തിൻ്റെ എല്ലാ സംശയങ്ങളും ആ രീതിയിലുള്ള എല്ലാ ഡൗട്ട്സുകളും അദ്ദേഹത്തിൻ്റെ വർക്കിനകത്ത് അല്ലെങ്കിൽ അതിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒബ്ജെക്ഷൻസ് ആണെങ്കിലും ഒക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് കൂടുതലായിട്ടും അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഹി എൻഗേജ്ഡ് വിത്ത് കണ്ടംപററി ഇഷ്യൂസ്, സമകാലികമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ആ കാലഘട്ടത്തിൻ്റെ, അതായിരിക്കും മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് സെറ്റൈറിക്കലായിരിക്കും, ഹാസ്യപരമായിട്ട്. മീൻസ് ഇപ്പോൾ ഒരു പൊളിറ്റിക്സ് ആണെങ്കിൽ അതിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഒരു ആക്ഷേപഹാസ്യം പോലെയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി. ഇപ്പോൾ സെറ്റൈറിലൂടെ സമൂഹത്തിനെ വിമർശിക്കുക എന്നുള്ളത് കൂടി അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. സോ എടുത്തു പറയുന്ന എക്സാമ്പിൾസാണ് ദ അൺഫോർച്ചുനേറ്റ് ട്രാവലർ, അതുപോലെ ദ ലൈഫ് ഓഫ് ജാക്ക് വെൽട്ടൺ. ഇത് പ്രോസ് ടെയിലാണ്. അത് പിന്നീട് ഇംഗ്ലീഷ് നോവൽസിൻ്റെ ഡെവലപ്മെൻറ്റ്സിലേക്ക് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള വർക്കുകളാണ്. സോ ഈ അൺഫോർച്ചുനേറ്റ് ട്രാവലർ എന്ന് പറയുന്ന ഈ പ്രോസ് വർക്ക് ഇംഗ്ലീഷ് നോവലിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൺഫോർച്ചുനേറ്റ് ട്രാവലർ എന്ന് പറയുന്ന വർക്ക് ബ്ലെൻഡിങ് എലമെൻറ്റ്സ് ഓഫ് സെറ്റയർ, അതുപോലെ സോഷ്യൽ നോംസ് ആൻഡ് പൊളിറ്റിക്സിനെ വിമർശിക്കുന്നു. അതുപോലെ ആ ഒരു സമയത്തെ ഒരു സോഷ്യൽ കമൻട്രിയാണ്. അത് സമകാലികമായ ഇഷ്യൂസിനെ തന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഒരു എപ്പിസോഡിക് നെഗറ്റീവാണ്. അതുപോലെ ട്രാവൽ ബേസ്ഡ് സ്റ്റോറി ടെല്ലിംഗ്, ആ ഒരു രീതിയിലാണ് അത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് സ്പെഷ്യാലിറ്റി ഈ അൺഫോർച്ചുനേറ്റ് ട്രാവലർ എന്ന് പറയുന്ന വർക്കിനുണ്ട്. നെക്സ്റ്റ് വൺ റോബർട്ട് ഗ്രീൻ. അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ടു ഇംഗ്ലീഷ് ഡ്രാമ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സെൻസ് ഓഫ് ഫേറ്റ്, ഹ്യൂമർ ആൻഡ് ഇമാജിനേറ്റീവ് വിഷൻ. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ഡ്രാമയിലൂടെ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്? അതിനകത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഫ്രെയർ ബാക്കൺ ആൻഡ് ഫ്രെയർ ബാങ്കി ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഓരോ വർക്കിനകത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൻ്റെ സമകാലിക പ്രസക്തിയിലെ വിഷയങ്ങളിലേക്ക് കൂടുതൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പ്രതിഫലിപ്പിക്കുക, ഇത്രയ്ക്കുമായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ഡ്രാമയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ജോർജ് പീൽ. ഇതിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദ ഫേമസ് ക്രോണിക്കിൾ ഓഫ് ദ കിങ് എഡ്വേർഡ് ഫസ്റ്റ്, അതുപോലെ ദ ഓൾഡ് വൈവ്സ് ടെയിൽ, ദ ലവ് ഓഫ് കിങ് ഡേവിഡ് ആൻഡ് ഫയർ ബാത്ത്ഷെബ. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പ്ലേസൊക്കെ ജോർജ് പീൽ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. കൂടുതലായിട്ടും റൊമാൻറ്റിക്, സെറ്റൈറിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ട്യൂൺ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്റ്റഫർ മാർലോണിക്ക് പോലെ തന്നെ ബ്ലാങ്ക് വേഴ്സ് വളരെ ഭംഗിയായി ഒരു വെറൈറ്റി ഫോമിലൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ജോൺ ലെല്ലി. ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ റൊമാൻറ്റിക് കോമഡി എന്ന ഫോമിനെ അതിൻ്റേതായ രീതിയിൽ പെർഫെക്റ്റ് ആക്കിയത് ജോൺ ലെല്ലിയാണ്. റൊമാൻറ്റിക് കോമഡി എന്ന് പറഞ്ഞ ഫോമിനെ പെർഫെക്റ്റ് ആക്കിയത് ജോൺ ലെല്ലിയുടെ വർക്കിലൂടെയാണെന്ന് പറയാം. ഒരുപാട് ഇലാബറേറ്റ് ആയിട്ടുള്ള ഡയലോഗ്സുകളും അതുപോലെ തന്നെ ഒരുപാട് ടെക്നിക്സുകളൊക്കെ അദ്ദേഹം അതിൻ്റെ വർക്കിലൂടെ കൊണ്ടുവരാറുണ്ട്, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഇത് ക്ലവർ ഡയലോഗ്സിലാണ് അദ്ദേഹം മിക്കപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു 8 കോമഡീസ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് മിഡാസ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് മിഡാസ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു പ്രൈവറ്റ് തിയേറ്ററിന് വേണ്ടിയിട്ട് അദ്ദേഹം ചില വർക്കുകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതായത് ഓഡിയൻസിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മനസ്സിലാക്കിയിട്ട് ഓഡിയൻസിന് വേണ്ടിയിട്ട് എഴുതുന്ന അങ്ങനെ തിയേറ്റേഴ്സിനൊക്കെ വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒരുപാട് വർക്കുകൾ. മാത്രമല്ല കോമഡിയിലൂടെ പ്ലോസിനെ വളരെ ഇഫക്റ്റീവായി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ആ ഒരു കാലഘട്ടത്തിൽ ഡ്രാമയുടെ പ്രസൻറ്റേഷനിലും സ്റ്റൈലിലും ഗ്രോത്തിലുമൊക്കെ ജോൺ ലെല്ലിയുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. മീൻസ് റൊമാൻറ്റിക് കോമഡി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതി, അതിനകത്തുള്ള ഡയലോഗ്സുകളുടെ പ്രസൻറ്റേഷൻ, അതേപോലെ തന്നെ ഓരോ ടെക്നിക്സിലും അദ്ദേഹം യൂസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു പുതിയ മാറ്റം കൊണ്ടുവരിക, അങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ. സോ ഹി വാസ് എ മാസ്റ്റർ ഓഫ് റൊമാൻറ്റിക് കോമഡി, ക്രാഫ്റ്റഡ് എ വിംസിക്കൽ അറ്റ്മോസ്ഫിയർ വിത്ത് ക്ലെവർ ഡയലോഗ്, and he pioneered prose and comedy, popularized songs and influenced Shakespeare's works. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഡ്രാമയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരൊക്കെയാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്? അപ്പോൾ യൂണിവേഴ്സിറ്റി വിറ്റ്സ് വരുന്നതിന് മുന്നേയുള്ള ഡ്രാമയുടെ ഒരു രീതി എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. യൂണിവേഴ്സിറ്റി വിറ്റ്സ് വന്നതിന് ശേഷം അവരെങ്ങനെയാണ് ഡ്രാമയെ മാറ്റിയെടുത്തിട്ടുള്ളത്, ഏതെല്ലാം രീതിയിലാണ് അവർ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്, അത്തരം കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആരെല്ലാമാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്, ഏതെല്ലാമാണ് അവരുടെ മേജർ വർക്ക്സുകൾ, ഓരോ ആളുകളും അവരുടെ ഡ്രാമയിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ടെക്നിക്സുകളും അതുപോലെ അവരുടെ സ്റ്റൈലുകളും എങ്ങനെയൊക്കെ ആയിരുന്നു, മേജർ വർക്ക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഡ്രാമക്ക്, അന്നത്തെ ഡ്രാമക്ക് ഉള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു സൈഡിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ ഓരോ റൈറ്റേഴ്സിനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് റൈറ്റേഴ്സിൻ്റെ മേജർ വർക്കുകൾ, ആ ഓരോ വർക്കിലൂടെയും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന
ടെക്നിക്സുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ മുന്നേയുള്ള റൈറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടെക്നിക്സുകൾ എങ്ങനെയാണ് മറ്റുള്ള റൈറ്റേഴ്സ് അതിനെ പെർഫെക്റ്റ് ആക്കുന്നത്, അവരുടെ വർക്കിലൂടെ എന്ത് ചേഞ്ചസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത്തരം ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും മനസ്സിലാക്കേണ്ടത്. പിന്നെ റൈറ്റേഴ്സ് ആരൊക്കെയാണ്, യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്ന ആ പ്ലേ റൈറ്റ്സ് ആരൊക്കെയാണ്, അത്തരം കാര്യങ്ങൾ അത്രയാണ് നമ്മൾ ഒരു എസ്സേ ഒക്കെ ആണെങ്കിൽ അതിനകത്ത് ഉൾപ്പെടുത്തുക. സോ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ കൂടുതലായിട്ടും ടെക്സ്റ്റ് വായിച്ച് കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് എക്സാമിന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.